ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാള മേലടൂരിൽ പത്രവിതരണക്കാരനെ വെട്ടേറ്റു. ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയയാളാണ് വെട്ടിയത്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. അതിരപ്പിള്ളി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. തുമ്പൂർമുഴിയിൽ വീട്ടുമുറ്റത്തെത്തിയ ആനയെ നാട്ടുകാർ വിരട്ടിയോടിച്ചു. 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. എടക്കഴിയൂർ കോൺക്രീറ്റ് റെഡി മിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ മിനി ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. ആളൂരിൽ കൊറിയർ സർവീസിന്റെ മറവിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ 2 പേരെ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി സ്വദേശി ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് സ്വദേശി ഷൈൻ ഷിജു എന്നിവരാണ് അറസ്റ്റിലായത്. നന്ദിപുലം മാഞ്ഞൂർ ആറ്റപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. യാത്രക്കാരനായ വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി നിസാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. മാള മേലടൂരിൽ പത്രവിതരണക്കാരന് വെട്ടേറ്റു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനാണ് ശനിയാഴ്ച പുലർച്ചെ 3:30 പത്രവിതരണത്തിനിടയിൽ വെട്ടേറ്റത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പത്രം വിതരണത്തിനെത്തിക്കുന്ന സ്ഥലത്തു വെച്ചാണ് സംഭവം. ബൈക്കിലെത്തിയയാളാണ് വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ വർഗീസ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻ വൈരാഗ്യമായിരിക്കാം ആക്രമണത്തിന് കാരണം എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഒപ്പമുണ്ടായിരുന്ന 2 ഏജന്റുമാരെ തള്ളിമാറ്റിയാണ് വർഗീസിനെ വെട്ടിയത്. ബൈക്കിലെത്തിയയാൾ മുൻപ് പത്രം വാങ്ങാറുണ്ടായിരുന്നുവെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രതിക്കായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ചാലക്കുടി VR പുരത്ത് മുഖംമൂടി ധരിച്ചയാൾ പരിഭ്രാന്തി പരത്തി. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ഐനിക്കാടൻ ഷാജി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മുഖംമൂടി ധരിച്ചയാളെ കണ്ടത്. ഇയാളെ വിളിക്കുകയും പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും ഓടിപ്പോവുകയായിരുന്നുവെന്ന് ഷാജി പറഞ്ഞു. സമീപവാസി കളപ്പുര പൈലന്റെ വീട്ടിലെ CCTV ക്യാമറയിൽ അജ്ഞാതന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വീടിന് മുൻഭാഗത്തുകൂടി അതിവേഗതയിൽ നടന്നുപോകുന്ന ദൃശ്യമാണ് പതിഞ്ഞിരിക്കുന്നത്. VR പുരം ഗ്രീൻ വാലി അസോസിയേഷൻ ഭാരവാഹികൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകി. വെള്ളമില്ല. മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്ക് ഭീഷണിയിൽ. മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിലുള്ള 17 പാടശേഖരങ്ങളിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന ഏക പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം. ഈ പാടശേഖരത്തിന് തൊട്ടടുത്തുകൂടി വെള്ളിക്കുളം വലിയ തോട് ഒഴുകുന്നുണ്ടെങ്കിലും തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ല. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്ന് കല്ലംകുഴി തോട് വഴി എത്തുന്ന വെള്ളമാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മറ്റത്തൂർ കനാൽ വഴി വെള്ളമെത്താതായിട്ട് 10 ദിവസത്തിലേറെയായതിനാൽ കല്ലംകുഴി തോട് വറ്റി വരണ്ടു കിടക്കുകയാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാൽ വഴി മറ്റത്തൂർ ബ്രാഞ്ച് കനാലിലേക്ക് എത്രയും വേഗം വെള്ളം എത്തിക്കണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ശിവരാമൻ പോതിയിൽ ആവശ്യപ്പെട്ടു. കൃത്യമായി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ നെൽകൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ 20 ദിവസം കൂടുമ്പോൾ വന്നാൽ കാര്യമില്ല. 10-15 ദിവസത്തിനുള്ളിൽ വെള്ളം വരണം. ഇപ്പോൾ ഞങ്ങൾക്ക് പൊട്ടല് വന്ന് കൊരിക്കൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് വെള്ളം ഇല്ലാണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ദിവസമെങ്കിലും ആയി കഴിഞ്ഞു വെള്ളം പറ്റിയിട്ട്. കനാലിൽ വെള്ളം വന്നാൽ 10 ദിവസം വെള്ളം ഉണ്ടാവും. ബാക്കി 10 ദിവസം വെള്ളമില്ല. ഇപ്പോൾ കട്ട വരണ്ട് ആകെ നെല്ല് മോശമായി. നെൽച്ചെടികളിൽ കതിര് വന്ന സമയത്താണ് ജലക്ഷാമം രൂക്ഷമായത്. ദിവസങ്ങളോളം വെള്ളമില്ലാതിരുന്നത് കണ്ടങ്ങളിൽ വൻതോതിൽ കളകൾ മുളച്ചു പൊന്താനും കാരണമായിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. തുമ്പൂർമുഴിയിൽ ശനിയാഴ്ച പുലർച്ചെ വീട്ടുമുറ്റത്തേക്ക് ആന എത്തി. ചെമ്മിനിയാടൻ വിജയന്റെ വീടിന് മുറ്റത്തേക്കാണ് ആന വന്നു നിന്നത്. വിജയന്റെ മകന്റെ ഭാര്യ അടുക്കള ഭാഗത്തെത്തിയപ്പോൾ ആന മുറ്റത്തുകൂടെ പുറകിലേക്ക് വന്നു. പിന്നീട് ചിഹ്നം വിളിക്കുകയും ചെയ്തു.
തുടർന്ന് വീട്ടുകാർ ബഹളമുണ്ടാക്കി കാട്ടാനയെ വനത്തിലേക്ക് ഓടിച്ചുവിട്ടു. അരൂർമുഴിയിൽ പുതിയടത്ത് സുരേന്ദ്രന്റെ വീട്ടുപറമ്പിൽ 2 ദിവസം മുൻപ് കാട്ടാന എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. പൊന്നാനി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന രാമനാഥന്റെ ഭാര്യ, മകന്റെ ഭാര്യ എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ മിനി ലോറി സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വാസുപുരം സ്വദേശി വെള്ളായിക്കടുത്ത് 67 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ദേശമംഗലം തലശ്ശേരി ചുങ്കം സെന്ററിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലശ്ശേരി മുക്കൂട്ടയ്ക്കൽ വീട്ടിൽ വിപിൻ ലാലിനാണ് പരിക്കേറ്റത്. യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പുണ്യാളൻ എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. ബസ് ഇടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ബൈക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന ബസ്സാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ആളൂരിൽ കൊറിയർ സർവീസിന്റെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മ രൂപീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ 2 പേരെ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. തേർഡ് ഐ എന്നറിയപ്പെടുന്ന ലഹരിക്കടത്ത് സംഘാംഗങ്ങളായ ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ ഷൈൻ ഷിജു എന്നിവരാണ് അറസ്റ്റിലായത്. കാറിൽ കടത്തിയ 6 കിലോ കഞ്ചാവും കാറും കസ്റ്റഡിയിലെടുത്തു. ലഹരിവിരുദ്ധ സ്ക്വാഡ് SIമാരായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നന്ദിപുലം മാഞ്ഞൂർ ആറ്റപ്പള്ളി പാടം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി നിസാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നിർത്തി ഇറങ്ങി ഉടനെ തീ പടരുകയായിരുന്നു. നിസാർ പെട്ടെന്ന് ഓടിമാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിമിഷനേരം കൊണ്ട് സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. ആറുമാസം മുൻപാണ് സ്കൂട്ടർ വാങ്ങിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുത്തു. XC138455 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. കോട്ടയത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. രണ്ടാം സമ്മാനമായി ഓരോ കോടി വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം തൃശൂരിൽ തുടരുന്നു. 131 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മുന്നേറ്റം തുടരുന്നു. 115 പോയിന്റുമായി മലപ്പുറം കോക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനത്തും, 109 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ, ചിറ്റൂർ, പാലക്കാട് ടെക്നിക്കൽ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തും തുടരുന്നു. സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുള്ള 1500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവം ഞായറാഴ്ച സമാപിക്കും.
സമാപന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിൽ ചുവടുവെച്ച് തൃശൂരിൽ നിന്നുള്ള ഭിന്നശേഷി കലാകാരന്മാർ. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആദ്യ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയിലെ 12 കലാകാരന്മാരാണ് ദേശീയവേദിയിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തിയത്. ഓരോ നടപ്പിലും പുഞ്ചിരിയിലുമായി ദേശീയവേദിയിൽ ചുവടുവെച്ച പൂമ്പാറ്റ ടീം ആത്മവിശ്വാസത്തിന്റെ ചിറകുകളായി കാണികളെ സ്പർശിച്ചു. കുട്ടികളോടൊപ്പം 30 കുടുംബാംഗങ്ങളും യാത്രയുടെ ഭാഗമായി. ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച സൗന്ദര്യ മത്സരത്തിൽ അഫ്രിൻ ഫാത്തിമ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. പശ്ചിമബംഗാൾ ലോക്ഭവനിൽ കുട്ടികൾക്കായി വിരുന്നും ഒരുക്കിയിരുന്നു. ടീം പൂമ്പാറ്റ ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അർപ്പണ നാരായണൻ, രഹന അൻസാർ, സജീവൻ ചാടൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദേശീയ വിജയത്തിന് ശേഷം തൃശൂരിലെത്തിയ ടീമിന് പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ET ടൈസൺ MLA കുട്ടികളെ സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പുള്ളി, ജില്ലാ സെക്രട്ടറി A സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. കാണാതായ ആളെ താഴേക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴേക്കാട് കച്ചേരിപ്പടി സ്വദേശി നട്ടേക്കാടൻ ജോർജ് മകൻ 50 വയസ്സുള്ള ജോബിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ ജോബിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ആളൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് കുളത്തിനരികിൽ ജോബിയുടെ സൈക്കിൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബ്ലാങ്ങാട് ബീച്ചിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തയാളെ തിരിച്ചറിഞ്ഞു. കോഴിക്കോട് പയ്യോളി സ്വദേശി മനോജ് കുമാറാണ് മരിച്ചത്. ഇയാളുടെ ബന്ധുക്കൾ തൃശൂരിലേക്ക് പുറപ്പെട്ടതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ ഏത്തായി കരുപ്പയിൽ ശങ്കുരു മകൻ വിജീഷാണ് മരിച്ചത്. 21-ാം തീയതി പുലർച്ചെയാണ് വിജീഷ് ഫൈബർ വള്ളത്തിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണത്. 3 ദിവസം കോസ്റ്റൽ പോലീസും ഫിഷറീസ് വിഭാഗവും കടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടതായി കോസ്റ്റൽ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് കോസ്റ്റൽ പോലീസ് SI ലോഫി രാജിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ബോട്ടിൽ ആഴക്കടലിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. വേലൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിനിടെ ബാൻഡ് കലാകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. പാറന്നൂർ സ്വദേശി വെള്ളറ വീട്ടിൽ 74 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11:40 വേലൂർ നടുവിലങ്ങാടി സെന്ററിന് സമീപം വെച്ചാണ് ജോണി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പേരാമംഗലം ചൂരക്കാട്ടുകര ചീരക്കുഴി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി ഉത്സവം ആഘോഷിച്ചു. വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാൽക്കാവടി അഭിഷേകം നടന്നു. ദേശപൂരങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും.
കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഊഴമനുസരിച്ച് കാവിൽ ദേശക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ താലപ്പൊലി ആഘോഷം. പെരുവനം ശങ്കരനാരായണമാരാരുടെ അഷ്ടപതിയോടെയാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ശ്രീഭൂതബലി, പുറത്തേക്കെഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം എന്നിവ നടന്നു. കാഴ്ചശിവേലിയിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി കൂട്ടാല മഠത്തിൽ ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കടവല്ലൂർ പൊറവൂർ പാടശേഖരത്തിൽ വൈക്കോലിനെ സാമൂഹ്യവിരുദ്ധർ തീയിട്ടു. കടവല്ലൂർ സ്വദേശി മുരളീധരന്റെ 10 കെട്ടോളം വൈക്കോൽ പൂർണ്ണമായും കത്തിനശിച്ചു. മേഖലയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കൂടിവരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജില്ലയിലെ എയ്ഡഡ് സ്കൂളുകളിലെ 35 ഭിന്നശേഷി നിയമന ശുപാർശകൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി. സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് എയ്ഡഡ് സ്കൂളുകളിലെ തസ്തികകളിലും ഭിന്നശേഷി സംവരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ നിയോഗിച്ച സമിതി തിരഞ്ഞെടുത്ത 437 പേർക്കാണ് ഇതിലൂടെ നിയമന ശുപാർശ ലഭിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പാലിയേറ്റീവ് കെയർ സ്നേഹസംഗമം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ EA ഓമന, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA അബൂബക്കർ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് C, മാടക്കത്തറ പഞ്ചായത്ത് മെമ്പർ ഗീതു രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ നിയോജകമണ്ഡലം UDF നേതൃയോഗം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KK ബാബു അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA PA മാധവൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, നേതാക്കളായ CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, CI സെബാസ്റ്റ്യൻ, PRN നമ്പീശൻ, മുഹമ്മദ് ഗസാലി തുടങ്ങിയവർ സംസാരിച്ചു. വാനനിരീക്ഷണത്തിലൂടെ ചന്ദ്രനെയും ഗ്രഹങ്ങളെയും നക്ഷത്രക്കൂട്ടങ്ങളെയും അടുത്തറിഞ്ഞ് മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികളും അധ്യാപകരും PTA അംഗങ്ങളും ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെയും ശനിയെയും വ്യാഴത്തെയും കണ്ട് മനസ്സിലാക്കി ചിത്രങ്ങൾ പകർത്തി. സ്കൂളിന്റെ ടെലസ്കോപ്പ് കൂടാതെ വാനനിരീക്ഷണത്തിലൂടെ വിശദീകരണം നൽകിയ ചാലക്കുടി SH കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിജോ വർഗീസ് ഒരുക്കിയ ടെലസ്കോപ്പും പ്രയോജനപ്പെടുത്തി. വാനനിരീക്ഷണത്തിനായി സ്കൂളിലേക്ക് ടെലസ്കോപ്പ് വാങ്ങി നൽകി സൗകര്യമൊരുക്കിയത് മുൻ മാനേജർ ആന്റണി മാളിയേക്കൽസ് സ്മാരക ഫൗണ്ടേഷനാണ്. പ്രധാന അധ്യാപിക TK സുജാത, PTA പ്രസിഡന്റ് EP രാജീവ്, MPTA പ്രസിഡന്റ് ജീബ മില്ലർ, അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി വാണിജ്യം. കുതിക്കുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും മികച്ച ഫീച്ചറുകളുമായി ടാറ്റ മോട്ടോഴ്സിന്റെ പഴയ ഇതിഹാസമായ സിയറ വീണ്ടും വിപണിയിൽ തിരിച്ചെത്തി. ഏറ്റവും പുതിയ SUV ആയ ടാറ്റ സിയറയുടെ ലോഞ്ചിംഗ് തൃശൂർ ഹൈസൺ മോട്ടോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ കേരളത്തിലെ നമ്പർ 1 ഡീലറായ ഹൈസൺ മോട്ടോഴ്സിന്റെ നേതൃത്വത്തിൽ പുത്തൂർ പുഴയോരം ഗാർഡനിൽ നടന്ന സിയറയുടെ മെഗാ ലോഞ്ചിംഗ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ടാറ്റ മോട്ടോഴ്സ് റീജിയണൽ മാനേജർ വിവേകാനന്ദൻ, TSM ഋതുഷ്, ശ്രീകാന്ത്, ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ മാനേജർ വിമൽജിത്ത്, ഹൈസൺ ടാറ്റ CEO A രാജീവ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഹീർ, ജനറൽ മാനേജർ ബിനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 1991 മുതൽ 2003 വരെ ഇന്ത്യൻ വിപണിയിലുണ്ടായിരുന്ന സിയറ 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പുതിയ മോഡലിൽ തിരിച്ചെത്തുന്നത്. കാലികമായ ഡിസൈനും മികച്ച ഇന്റീരിയർ സ്പേസും നൂതന ഫീച്ചറുകളും അതിസുരക്ഷയുമൊക്കെ ആയിട്ടെത്തുന്ന രണ്ടാം വരവിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്.
മിഡ് സൈസ് SUV വിപണിയിൽ നിലവിലെ താരങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയാണ് ടാറ്റയുടെ പുതിയ മോഡൽ സിയറ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. സുരക്ഷിത യാത്രയ്ക്കായി 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, 360-ഡിഗ്രി ക്യാമറ, ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിവയ്ക്കൊപ്പം ലെയിൻ കീപ്പ് അസിസ്റ്റന്റ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, എമർജൻസി ബ്രേക്ക് തുടങ്ങിയ ഫീച്ചറുകൾ പ്രത്യേകതയാണ്. 11.49 ലക്ഷമാണ് ബേസ് മോഡലിന്റെ വില. 1.5 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വകഭേദങ്ങളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 9249579015. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മാള മേലടൂരിൽ പത്രവിതരണക്കാരന് വെട്ടേറ്റു. ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയയാളാണ് വെട്ടിയത്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. അതിരപ്പിള്ളി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. തുമ്പൂർമുഴിയിൽ വീട്ടുമുറ്റത്തെത്തിയ ആനയെ നാട്ടുകാർ വിരട്ടിയോടിച്ചു. 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. എടക്കഴിയൂർ കോൺക്രീറ്റ് റെഡി മിക്സർ ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ മിനി ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. ആളൂരിൽ കൊറിയർ സർവീസിന്റെ മറവിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ 2 പേരെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി സ്വദേശി ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് സ്വദേശി ഷൈൻ ഷിജു എന്നിവരാണ് അറസ്റ്റിലായത്. നന്ദിപുലം മാഞ്ഞൂർ ആറ്റപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. യാത്രക്കാരനായ വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി നിസാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.